ശീതലേട്ടാ, എനിക്കൊരു കാരുണ്യം എടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. ഇപ്പൊ എടുത്തോ? വൈകിട്ട് വന്ന് എടുക്കാം. ആണോ? എന്നാ അങ്ങനെ. അയ്യോ, പിന്നെയും കട്ടു. എന്തൊരു കഷ്ടമെന്ന് നോക്കി. ഇനിയിപ്പോൾ ഈ കാശ് അവൻ്റെ ഭാര്യയോട് പോയി വാങ്ങണം. എന്താ ചെയ്യ? ഇതെങ്കിലും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വേടാ. നീ എൻ്റെ വീട്ടിൽ പെയിന്റ് അടിക്കാന്നും പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചോണ്ട് പോയതല്ല നീ? എന്നിട്ട് എന്തേ വരാ? ഞാൻ കണ്ടില്ലേ? എന്ത് കണ്ട്? എന്റെ കാര്യമൊന്നും സുമേഷേട്ട അറിഞ്ഞില്ല. എന്ത് കാര്യം? രാഘവൻ സാറില്ലേ, വില്ലേജ് ഓഫീസർ, അദ്ദേഹത്തിന്റെ വീട് ഞാനാണല്ലോ പെയിന്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം പണിക്കാരൊന്നും വരാതെന്നപ്പോ പണി പെട്ടെന്ന് തീർക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് പണി ചെയ്ത്. ഈ പെയിന്റ് ബക്കറ്റ് എന്റെ ഈ കയ്യിലായിരുന്നു ഒരു ദിവസം മുഴുവനും. അങ്ങനെ ഞാൻ നിന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോ കൈ പാടില്ലാണ്ടായി. ഇങ്ങനെ ആയിപ്പോ ഡോക്ടർ പറഞ്ഞേക്കണത് 1 വർഷമെങ്കിലും എടുക്കുന്നാ പറയണേ. 1 വർഷം എടുക്കുമെന്ന് പറഞ്ഞ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, എന്നോട് വാങ്ങിച്ച കാശുണ്ടല്ലോ അതിങ്ങോട്ട് തന്നേരി. അത് ഞാൻ തരാം. എപ്പോ? ചേട്ടാ, ഇതൊന്ന് റെഡി ആവട്ടെ. ഇപ്പൊ ഇത്ര അണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് ചലിപ്പിക്കാം. എന്നാലും 1 വർഷമല്ലേ ഉള്ളു. അതിപ്പോ എന്ന് പറഞ്ഞ് കഴിയുമല്ലോ. കൈതാ തീർറാ നീ, കൈതാ തീർറാ. എന്റെ കാശ് കൊണ്ട് തരാം. എന്റെ കാശ് തരാം. സുമേഷ് ചേട്ടന്റെ കാശ് ഞാൻ നാളെ തരും. നാളെ? നാളെ നീ എങ്ങനെ തരും? നാളെ ഞാൻ തരും. ഇങ്ങനെ തരൂന്ന്? കാരുണ്യ പ്ലസ് ഇന്ന് നറുക്കെടുപ്പാ. നാളെ സുമേഷ് ചേട്ടന്റെ കാശ് ഞാൻ തന്നിരിക്കും. ഞാനാണ് ഭാഗ്യവാൻ. നാളത്തെ ഭാഗ്യവാൻ ഞാനാണ്. നറുക്കെടുപ്പ് നാളെ നാളെ നാളെ. ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കും. രൂപ ടാക്സ് പോയിട്ട് 65 ലക്ഷത്തിൽ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു പെയിന്റിന്റെ കട, പിന്നെ ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വീട്, ചെറിയ വീട്, 10 ലക്ഷം രൂപ ഒരു കാർ. മതി, നിങ്ങൾ ഉടനെ വാങ്ങുമല്ലോ. അത് അങ്ങനെ പുച്ഛിച്ച് പറയണേ. പിന്നെ അല്ലാതെ ഞാൻ എന്താണ് മന്മഥേട്ടാ നിങ്ങളോട് പറയേണ്ടത്? ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കൂല. എന്റെ മണ്ടു, നീ ഇതെന്താ ഈ പറയണ? ജോലി പഴയ പോലൊന്നും അല്ല. ജോലിക്കൊന്നും പോയിട്ട് കാര്യം എന്നെ നക്കാപ്പിച്ച കിട്ടും. അതുകൊണ്ട് എന്താവാനാണ് ഇപ്പൊ? പിന്നെ ഭാഗ്യദേവത നേരിട്ട് ഇങ്ങ് വന്ന് തരും നിങ്ങൾക്ക്. നീ അങ്ങനെ ഒന്നും പറയല്ലോ. നമുക്ക് ഒരു പ്രാവശ്യം അടിച്ചതല്ലേ? അടിച്ചായിരുന്നു 2 വർഷം മുമ്പ് 5000 അടിച്ചതല്ലേ? 5000 എന്നടിച്ചോ അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. പിന്നെ ഒരു പണിക്കും പോയിട്ടില്ലല്ലോ. ഇപ്പൊ 5000 എന്നുള്ളത് ഇനിയിപ്പം കൂടുതലായിട്ട് വരും. നമുക്ക് 50 ആവും, 5 ലക്ഷം ആവും, പിന്നെ കോടികളാവും. എന്റെ പൊന്നു മന്മഥേട്ടാ, നിങ്ങൾക്ക് ഒരു നാണം തോന്നണില്ലേ? എന്താ വേണ്ട ഈ പറയുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ? ഞാൻ ഈ തുണിക്കടയിൽ പോകുന്നോണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നടന്നു പോണത്. നീ പറയുന്ന കേട്ടോ തോന്നുന്നു ഞാൻ ഒരു അധ്വാനം ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അല്ല, ഈ വീടിന്റെ വാടക കൊടുക്കണ്ടേ? വാടക 2 ദിവസം കഴിയുമ്പോ കൊടുക്കാം. എങ്ങനെ? സ്ത്രീ ശക്തിയുടെ നറുക്കെടുപ്പ് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ട്. അപ്പൊ ലോട്ടറിയുടെ ഈ സ്ത്രീ ശക്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞു പോണേ. എന്റെ മണ്ടു, ഇന്നത്തെ കാലത്ത് നമ്മൾ ആരുടെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്ത് നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്. നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, ലക്ഷങ്ങളോ കോടികളോ അടിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ മുതലാളിയായിട്ടിരുന്ന് നീ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെ അല്ലേ? എത്ര നടക്കാത്ത സ്വപ്നം. അല്ല, ഇത്ര അഭിമാനിയായിട്ട് എന്താ വീടിന്റെ ഓണർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? ആരെ വിളിച്ചു? ആരെ വിളിച്ചു? എന്നെ വിളിച്ചില്ല.
വിളിച്ചു. എന്തായാലും പറയല്ലേ, എന്റെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ ഫോൺ എടുത്തില്ല, എന്നെ വിളിച്ച ആവശ്യത്തിലേറെ ചീത്തയും പറഞ്ഞു. ചീത്ത പറഞ്ഞാ? ആ പിന്നല്ലാതെ വാടക കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞില്ലേ? വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ അങ്ങനെ മോശമായിട്ട് വരാൻ നമ്മൾ കേസ് കൊടുക്കും അയാൾക്കെതിരെ. കേസും കൊടുത്ത് ഇവിടെ ഇരുന്നാ മതി. പിന്നെ വാടക കൊടുത്തേക്കണം. ഞാൻ വിളിക്കണമായിരുന്നു, അപ്പൊ ഞാൻ വിവരം അറിയിച്ചു കൊടുത്തേനെ. അയാൾ ഇന്ന് വാടക മേടിക്കാൻ വരും, കൊടുത്തേക്കണം. അവിടെ ചില വാടക കാശല്ലേ, ഞാൻ കൊടുത്തോളാം. അല്ലേ, വാടകയ്ക്ക് 2 ദിവസം മുടങ്ങി എന്ന് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കുക ഇതൊക്കെ മര്യാദയാണ്. ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം കേട്ടോ. എനിക്ക് വേണ്ട. 500 രൂപ കാണുമോ ചേഞ്ച്? എന്തിനാ 500 രൂപ? ലോട്ടറി മേടിക്കാനല്ലേ? ഭാഗ്യദേവതയോട് പറ ഭാര്യ 500 രൂപ തന്നില്ല, അതുകൊണ്ട് ഭാഗ്യദേവത വരണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടാ. അതെ, ഭാഗ്യദേവത ഇങ്ങനെ ഒരുപാട് പുച്ഛിച്ച് തള്ളരുത്. അയ്യോ, ഇന്നലെയും കൂടി പറഞ്ഞതാ ഭാഗ്യദേവത നമ്മുടെ കവലയെ കിടന്ന് കറങ്ങണം.